ഒരു നീണ്ട യാത്ര അതിൻ്റെ ഔപചാരികമായ അവസാന സ്റ്റേഷനിലെത്തുമ്പോൾ ഉണ്ടാകുന്ന നിർവചിക്കാനാവാത്ത ഒരു വികാരത്തോടെയും ഹൃദയം നിറഞ്ഞ നന്ദിയോടെയുമാണ് ഞാൻ ഇന്നവിടെ നിൽക്കുന്നത്. ഈ സ്നേഹപൂർവമായ യാത്രയപ്പിന് എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. സർ, താങ്കളുടെ സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ ഗാംഭീര്യം നൽകുന്നു. മന്ത്രിസഭയിൽ അംഗങ്ങളോടൊപ്പം താങ്കളുടെ സാന്നിധ്യത്തിൽ ഈ യാത്രയപ്പ് സ്വീകരിക്കാൻ കഴിയുന്നത് എനിക്കൊരു ബഹുമതിയാണ്. 35 വർഷം മുമ്പ് IAS പ്രവേശിക്കുമ്പോൾ ഒരു ദിവസം ചീഫ് സെക്രട്ടറി ഓഫീസിൽ ഇരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ UPSC പരീക്ഷ എഴുതുമ്പോൾ ചീഫ് സെക്രട്ടറി ആകണമെന്നല്ല, ജില്ലാ കളക്ടർ ആകണമെന്നാണ് സ്വപ്നം കാണുന്നത്. ഓരോ പ്രൊബേഷണറുടെയും ഭാവനയിൽ കളക്ടറാണ് പൊതുസേവനത്തിൻ്റെ കൊടുമുടി. എല്ലാം അറിയുന്ന, എല്ലാം പരിഹരിക്കുന്ന, കാലാവസ്ഥ പോലും നിയന്ത്രിക്കുന്ന വ്യക്തി. ചീഫ് സെക്രട്ടറിയേക്കാൾ ജനങ്ങൾ അറിയുന്നത് ജില്ലാ കളക്ടർമാരെയാണ്. ഒരു ട്രെയിൻ യാത്രയിൽ എനിക്ക് അടുത്തിരുന്ന ഒരു യുവാവ് എൻ്റെ ഗൺമാനെയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെയും അവരുടെ സാന്നിധ്യം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം എന്നെ ഉടൻ തന്നെ ഭൂമിയിലേക്ക് ഇറക്കി. അദ്ദേഹം ചോദിച്ചു, ഏത് ജില്ലയുടെ ചീഫ് സെക്രട്ടറി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ജില്ലകളുടെയും ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് കൂടുതൽ ആശയക്കുഴപ്പമുണ്ട്. പിന്നെ ചോദിച്ചു, അപ്പോൾ താങ്കൾ ജില്ലാ കളക്ടറാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ഭരണക്രമത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ വിലയിരുത്തൽ അതാണെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങളുടെ മനസ്സിൽ കളക്ടർ എന്നും കളക്ടർ തന്നെയാണ്. ചീഫ് സെക്രട്ടറി എന്നത് ഒരുപക്ഷെ തൻ്റെ ജില്ല തീരുമാനിക്കപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരിക്കും. സർ, ആ കഥയിൽ ഒരു പാഠമുണ്ട്. ഒരാൾ സർക്കാരിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകുന്തോറും ജനങ്ങളുടെ മനസ്സിൽ സർക്കാർ എന്നാൽ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കണം. അത് പദവികളിലോ നെയിം പ്ലേറ്റിലോ അല്ല. ഒരു വില്ലേജ് ഓഫീസിൽ, ആശുപത്രിയുടെ ക്യൂവിൽ, റേഷൻ കടയിൽ, സ്കൂളിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ, കളക്ടറേറ്റിലെ ഇടനാഴിയിൽ അനുഭവപ്പെടുന്നു. പൊതുസേവനം പ്രാക്ടിക്കലാകുന്നത് ഓഫീസിൻ്റെ ഉയരത്തിലല്ല, സംവിധാനത്തിൻ്റെ ലഭ്യതയിലാണ്. ഇലക്ഷൻ സംബന്ധിച്ച കാരണങ്ങളാൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥാനത്തു നിന്നും മാറിയെങ്കിലും 3.5 മാസം ആ പദവിയിൽ ആരെയും നിയമിക്കാതെ തിരികെ എനിക്ക് തന്നെ നിയമനം നൽകിയ അന്നത്തെ ഗവൺമെൻറ്റിനെ എനിക്ക് ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ സർവീസിൽ വന്നത് MBBS കഴിഞ്ഞിട്ടാണ്. എന്നാൽ 35 വർഷത്തിനിടയിൽ ആരോഗ്യവകുപ്പിൽ അതിനെപ്പോലല്ല, ഒരു ദിവസം പോലും ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മെഡിക്കൽ പരീക്ഷയിൽ മറ്റൊരു രീതിയിൽ എനിക്ക് പ്രയോജനപ്പെട്ടു. ഒരു ഡോക്ടറിൻ്റെ രോഗിയോട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് 6 മാസം കഴിഞ്ഞിട്ട് മറുപടി തരാം എന്ന് പറയാൻ പറ്റില്ല. ആ സമയനിഷ്ഠ ഞാൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം. ചില തീരുമാനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു എന്ന് കരുതുന്നു. എൻ്റെ സേവന ജീവിതത്തിലെ ഏകദേശം 15 വർഷം ടൂറിസത്തിലും കോമേഴ്സിലും ചെലവഴിക്കാൻ എൻ്റെ ഭാഗ്യമായിരുന്നു. ആ പോസ്റ്റിങ്സ് കൊണ്ട് എൻ്റെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളിൽ ചിലത് ഛത്തീസ്ഗഡിൽ നിന്നാണ്. അവിടെ ഞാൻ ഇന്ത്യക്കാരുടെ ഡെപ്യൂട്ടേഷനിൽ 3 മറക്കാനാവാത്ത വർഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ കേരളമായിരുന്നു എൻ്റെ കർമ്മഭൂമി. അനേകം ഉദ്യോഗസ്ഥരെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. കളക്ടർമാരെ, സെക്രട്ടറിമാരെ, ചീഫ് സെക്രട്ടറിമാരെ, കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ, ഭരണത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ രൂപപ്പെടുത്തിയ എല്ലാ ജീവനക്കാരെയും. ചിലർ എന്നെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു, ചിലർ എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചു. റവന്യൂ വകുപ്പിലെ കാലയളവ് എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അത് സർക്കാരിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു മേഖലയാണ്. കാരണം അത് മനുഷ്യരുടെ ഏറ്റവും ആഴമുള്ള ആശങ്കകളോടാണ് ഇടപെടുന്നത്. 14-ൽ
11 വനിതാ ജില്ലാ കളക്ടർമാരെ നിയമിക്കാൻ ഒരവസരം കിട്ടി. കാസർഗോഡിൻ്റെയും ഇടുക്കിയുടെയും ആദ്യത്തെ വനിതാ കളക്ടർമാരെ നിയമിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഫയലുകൾ തീർപ്പാക്കിയ ശേഷവും മനസ്സിൽ നിലനിൽക്കുന്ന ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളുണ്ടാകും. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിൻ്റെ മന്ത്രിസഭാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സർ, കേരളത്തിലെ ക്യാബിനറ്റ് പ്രവർത്തനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ക്യാബിനറ്റിൽ പങ്കെടുക്കുന്ന ഏക അംഗമില്ലാത്ത ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇതുപോലുള്ള നല്ല ശീലങ്ങൾ സംരക്ഷിക്കപ്പെടണം. കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നും ജാഗരൂകരായ, അറിവുള്ള, ജനാധിപത്യ ബോധമുള്ള പൗരസമൂഹത്തോട് ഉത്തരവാദിത്തോടുള്ള ഭരണനിർവഹണം എന്ന വെല്ലുവിളിയും അതിൻ്റെ അവസരവുമാണ്. നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ നയം തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്. ജനങ്ങൾ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയുമാണ് തിരഞ്ഞെടുക്കുന്നത്, ചീഫ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നില്ല. ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനും നിഷ്പക്ഷമായി സത്യസന്ധതയോടെ മിതത്വം പാലിച്ച് ഉപദേശം നൽകുന്നതുമാണ് ചുമതലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനോണിമിറ്റിയും ന്യൂട്രാലിറ്റിയും സിവിൽ സർവീസിൻ്റെ ഏറ്റവും നല്ല 2 സദ്ഗുണങ്ങളായി തുടരുന്നത്. ന്യൂട്രാലിറ്റി ഉപദേശത്തിന് വിശ്വാസത്തെ നൽകുന്നു. അനോണിമിറ്റി നടപ്പാക്കലിന് ഗൗരവം നൽകുന്നു. കസേര അതിലിരിക്കുന്നവരേക്കാൾ വലുതാണ്. സ്ഥാപനം വ്യക്തിയേക്കാൾ വലുതാണ്. കേരളം നമ്മളെല്ലാവരെയും കാട്ടിലും വലുതാണ്. പൊതുജീവിതത്തിൽ മൗനം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ സർക്കാരിൽ മൗനം പോലും ഒരു സേവന രൂപമാണ്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് വ്യക്തിപരമായ പ്രതികരണത്തിനുള്ള ഒരു വേദിയല്ല, അതൊരു സ്ഥാപനമാണ്. ഒരു പൗരന് വ്യക്തി താല്പര്യങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാം. പക്ഷേ അതേ പൗരൻ ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ വ്യക്തി താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം താൻ വഹിക്കുന്ന സ്ഥാനത്തിനും താൻ അനുസരിക്കേണ്ട നിയമങ്ങൾക്കും ആയിരിക്കണം. 35 വർഷം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ അതിതാണ്: ഡീറ്റെയിൽസ് മാറ്റർ ബിക്കോസ് പീപ്പിൾ മാറ്റർ, സ്റ്റാൻഡേർഡ്സ് മാറ്റർ ബിക്കോസ് ഔട്ട്കംസ് മാറ്റർ, ആൻഡ് പബ്ലിക് ഓഫീസ് ഈസ് നോട്ട് എ പ്രിവിലേജ് ടു ബി എൻജോയ്ഡ്, ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ടു ബി ഡിസ്ചാർജ്ഡ്. കേരളത്തിൻ്റെ പൊതുജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ സേവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. ഓരോ സർക്കാരിനും സ്വന്തം ശൈലിയുണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. എനിക്ക് കൂടെ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരോടും സർക്കാരിൻ്റെ ഗൗരവവും സമഗ്രതയും തുടർച്ചയും സംരക്ഷിച്ച് ഭരണ സംവിധാനങ്ങളിലെ എല്ലാവരോടും ഞാൻ നന്ദിയോടെ വിട പറയുന്നു. മുഴുവൻ IAS ടീമിനും അതുപോലെ തന്നെ മുഴുവൻ സർക്കാരിൻ്റെയും സെക്രട്ടറിൻ്റെയും മെഷീനറിക്കും നന്ദി. എന്ത് നടപ്പായിട്ടുണ്ടോ അത് ടീമുകളാണ് നടപ്പാക്കിയത്. സർക്കാർ മുന്നോട്ട് പോകുന്നത് പല തലങ്ങളിലുള്ള അനേകം ആളുകൾ അവരുടെ ജോലി നിശബ്ദമായും കാര്യക്ഷമമായും പലപ്പോഴും ഒരു കയ്യടിയും ഇല്ലാതെയും ചെയ്യുന്നതുകൊണ്ടാണ്. ഫയലുകൾ ശ്രദ്ധാപൂർവം വായിക്കുന്ന അസിസ്റ്റൻറ്റും സെക്ഷൻ ഓഫീസറും അണ്ടർ സെക്രട്ടറി, ഒരു സംഗീതജ്ഞനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഡെപ്യൂട്ടി, ജോയിൻറ്റ്, അഡീഷണൽ സെക്രട്ടറിമാർ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സെക്രട്ടറി, അർദ്ധരാത്രിയിൽ പ്രവർത്തിക്കുന്ന കളക്ടർ, പരാതി പറയാതെ കാത്തിരിക്കുന്ന ഡ്രൈവർ, ഒരു ദിവസം തകർന്നു പോകാതെ സൂക്ഷിക്കുന്ന പേഴ്സണൽ സ്റ്റാഫ്, ഇവരാണ് ഭരണത്തിൻ്റെ അദൃശ്യ തൂണുകൾ. സർക്കാർ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിത കാരുണ്യമാണ്, ഓർഗനൈസ്ഡ് എംപതി, ജനങ്ങളുടെ ആശങ്കയെ പൊതുപ്രവർത്തനമാക്കി മാറ്റുന്ന സംവിധാനം. വ്യക്തിപരമായി എൻ്റെ അധ്യാപകരോടും മാതാപിതാക്കളോടും, എന്നെ വിട്ടുപിരിഞ്ഞ എൻ്റെ അനുജൻ സന്ദീപിനോടും, എൻ്റെ മക്കളായ വിദീഷയോടും ജിഷ്ണുവിനോടും ഞാൻ നന്ദി പറയുന്നു. ഈ സർവീസിനോട് നന്ദി. ഞാൻ പ്രതീക്ഷയേക്കാൾ എത്രയോ അധികം എനിക്ക് നൽകിയതിന്. കേരളത്തോട് നന്ദി, കേരളത്തിലെ ജനങ്ങളോട് നന്ദി. കേരളം നമ്മളിൽ നിന്നും കൂടുതൽ ആവശ്യപ്പെടട്ടെ. കേരളത്തെ സേവിക്കുന്നവർ അവരുടെ ഏറ്റവും മികച്ചത് തുടർന്നും നൽകട്ടെ. ഈ സെക്രട്ടേറിയറ്റ് നമ്മുടെ സംസ്ഥാനത്തിന് തുടിക്കുന്ന ഹൃദയമായി തുടരട്ടെ. ഇവിടെ പറയുമ്പോൾ ചീഫ് സെക്രട്ടറി ചേംബറിലെ ഇൻകംബൻസി ചാർട്ടിൽ ഞാൻ ചേർത്തൊരു ലാറ്റിൻ ലൈനിലേക്ക് ഞാൻ മടങ്ങുന്നു. ടെമ്പസ് ഫ്യൂഗറ്റ്, ലെബോറം മാനി. ടൈം ഫ്ലൈസ്, എഫേർട്ട് സ്റ്റേസ്. കാലം പറന്നു പോകുന്നു, പരിശ്രമം നിലനിൽക്കുന്നു. നാം എല്ലാവരും സ്ഥിരമായ
ഉത്തരവാദിത്തങ്ങളുടെ താൽക്കാലിക കൃത്യനിർവഹണക്കാർ മാത്രം. പേരുകൾ മാറും, ദൗത്യം തുടരും. ഈ യാത്രയപ്പിന് നന്ദി, ഈ സ്നേഹത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.